എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. നമ്മൾ വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിൻ്റെ കൂടെ അനുഗമിക്കുന്നത് കൊണ്ട് ഇന്നുവരെയും നമുക്കൊന്നിനും മുട്ടു വന്നിട്ടില്ല. ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. അതൊരു ഉറപ്പുള്ള വാക്കാണ്. എൻ്റെ ജീവിതത്തിൽ കുറവ് വരില്ല. എൻ്റെ ജീവിതത്തിൽ സമൃദ്ധിക്ക്, സന്തോഷത്തിന്, സമാധാനത്തിന് ഒന്നും മുട്ടുണ്ടാവുകയില്ല. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ കൊണ്ടുപോകും. പച്ചയായത്, സ്വസ്ഥതമായത്. അപ്പോൾ സ്വസ്ഥമായതെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ മൃഗങ്ങളുടെ ചാനലുകളൊക്കെ, അനിമൽ പ്ലാനറ്റ് പോലുള്ള ചാനലുകൾ കാണാം. ഈ മാനുകളും മറ്റുള്ള ജീവികളൊക്കെ വന്ന് ശാന്തമായ ജലാശയത്തിൽ വെള്ളം കുടിക്കുമ്പോൾ വലിയ മുതലകൾ വെള്ളത്തിൻ്റെ അടിയിലൂടെ വരുന്ന ഒരു ഭാഗം ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ വെള്ളം സ്വസ്ഥമായിട്ട് കുടിക്കാൻ കഴിയുന്നില്ല. ഉടനെ അതിലൂടെ ഒരു ആക്രമണം. സ്വസ്ഥമായ എന്ന് പറയുന്ന പലതിൽ നിന്നും വലിയ ആക്രമണങ്ങൾ നമുക്കുണ്ടാകുന്നല്ലേ. സ്വസ്ഥമായ എന്നുള്ളത് ഇന്ന് മനുഷ്യർക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സ്വസ്ഥതയില്ല. കുഞ്ഞുങ്ങളെ നല്ലൊരു ഭവനത്തിലേക്ക് വിവാഹം കഴിച്ചു വിട്ടാലും അവിടെ ഇതുപോലെയുള്ള മുതലകൾ പോലെയുള്ള ആക്രമണങ്ങൾ ആ കുഞ്ഞുങ്ങളെ വേട്ടയാടാനിരിക്കുന്നു. സ്വസ്ഥമാണ് എന്ന് വിചാരിക്കുന്ന പലതും നാളെ വലിയ ആക്രമണകരമായ അന്തരീക്ഷമായി തീരുന്നു. അതാണ് ഈ ഭൂമി. എന്നാൽ കർത്താവ് ഇടയനാണെങ്കിൽ, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യം ഉറപ്പാണ്, അവൻ നമ്മെ കൊണ്ടുപോകുന്നിടത്ത് ആക്രമണങ്ങളൊന്നും ഉണ്ടാകില്ല. കാരണം അവൻ കൊണ്ടുപോവുകയാണ്. അവൻ കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ദുഷ്ടകരമായ, വഞ്ചനാകരമായ യാതൊന്നും, നമ്മുടെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് ദൈവത്തിൽ കടന്ന് നാം വിശ്വസിക്കണം. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നാം വിശ്വസിക്കണം. കർത്താവ് കൂടിയിരുന്ന് പ്രവർത്തിക്കും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയും. കർത്താവിൽ നമുക്ക് ബലപ്പെടാൻ കഴിയും. സ്വസ്ഥമായത്. ഇനി കൂരിരുൾ താഴ്വരെ കൂടി പോയാലോ? പേടിക്കേണ്ടെന്ന് ദാവീദ് പറയുകയാണ്. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഏത് ഇരുട്ടിലും പോയിക്കോളാം. ഒറ്റപ്പെട്ട, ആരുമില്ലാത്ത, ഏകാന്തമായ ഏത് സാഹചര്യം എനിക്കൊരു വിഷയമല്ല. കാരണം എൻ്റെ കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ വചനങ്ങളിൽ ഇന്ന് നമുക്ക് ബലപ്പെടണം. ബലപ്പെട്ടേ മതിയാകൂ. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകും, സന്തോഷത്തെ കവിഞ്ഞൊഴുകുമാറാക്കുമെന്ന്. എന്താണ് കാരണം? എൻ്റെ കൂടെയുള്ളവൻ സന്തോഷത്തെ ഉണ്ടാക്കുന്നവനാണ്. അബ്രഹാമിന് ചിരി ഉണ്ടാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ജോസഫ് പോലെയുള്ളവർക്ക് ജയിലിൽ നിന്ന് നേരെ അവൻ പുറത്തു വന്ന് ഫറവോൻ്റെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ ദൈവം അവന് സന്തോഷമുണ്ടാക്കി. ആ ചരിത്രത്തിൽ ഏറ്റവും ഉന്നതനായ ഒരു മനുഷ്യനായി ജോസഫ് മാറി. എന്താണ്? പാനപാത്രം കവിഞ്ഞ് ഒഴുകും. അടുത്തത് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എൻ്റെ പുറകെ വരും. എല്ലാം നമ്മുടെ പുറകെ വരും. കർത്താവിൻ്റെ പുറകെയാണോ, യേശുവിൻ്റെ കൂടെയാണോ, വിശ്വാസത്തിൻ്റെ നായകനായ, എല്ലാം പൂർത്തിയാക്കുന്ന യേശുവിനെ നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തി ലജ്ജിച്ചു പോകില്ല. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, പാടി ആരാധിക്കാം. സ്നേഹിച്ചതിനാ
യേശുവേ നന്ദിയോടെ വാഴ്ത്തുമെന്റെ നായകനെ. എല്ലാം മുട്ടും മടങ്ങിയിടും നേരം എല്ലാ നാവും ഒന്നായി ചൊല്ലും യേശു തന്നെ, യേശു തന്നെ കർത്താവ്. രാജാതിരാജനെഴുന്നള്ളുമ്പോൾ വീരനാം ദൈവമെഴുന്നള്ളുമ്പോൾ ഹോസേന, 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 ഹോസേന. ഹല്ലേലൂയ. എല്ലാം മുട്ടും എല്ലാം മുട്ടും മടങ്ങിയിടും നേരം എല്ലാ നാവും ഒന്നായി ചൊല്ലും എല്ലാം മുട്ടും മടങ്ങിയിടും നേരം എല്ലാ നാവും ഒന്നായി ചൊല്ലും യേശു തന്നെ, യേശു തന്നെ, യേശു തന്നെ കർത്താവ്. യേശു തന്നെ, യേശു തന്നെ കർത്താവ്. യേശു തന്നെ, യേശു തന്നെ, യേശു തന്നെ കർത്താവ്. ഈ ഭൂമി മുഴുവനും പാടും യേശു തന്നെ, യേശു തന്നെ കർത്താവ്. രാജാതിരാജനെഴുന്നള്ളുമ്പോൾ വീരനാം ദൈവമെഴുന്നള്ളുമ്പോൾ ഹോസേന, 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 ഹോസേന. ഹല്ലേലൂയ. ഹോസേന. ഹല്ലേലൂയ. ഹോസേന. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് വിധിയെക്കുറിച്ചാണ്. പലരും പറയും ഇതെൻ്റെ വിധിയാണ്. അതെപ്പോഴാണ് പറയുന്നതെന്ന് അറിയാം? ഒരു കഷ്ടകാലം വന്നു കഴിയുമ്പോൾ, വീട്ടിലൊരു അനർത്ഥം വരുമ്പോൾ ഇതെൻ്റെ വിധിയാണ്. എന്നാൽ വാസ്തവത്തിൽ എന്താണ് വിധി? വാസ്തവത്തിലുള്ള വിധി ദൈവം നമ്മെക്കുറിച്ച് വിധിച്ചിരിക്കുന്നതാണ് വിധി. അത് തിന്മകളല്ല. നമ്മെക്കുറിച്ച് ദൈവം വെച്ചിരിക്കുന്ന വിധികൾ തിന്മകളല്ല, നന്മകളാണ്. പൗലോസിനെ വിളിച്ചിട്ട് ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കിയിരിക്കുന്നു. നിഷ്ഠൂരൻ, ഉപദ്രവി, ദൂഷകനായിരിക്കുന്ന സമയത്ത് അനന്യാസിനെ അയച്ച് ദൈവം ശൗലിനോട് പറയുന്ന കാര്യം അതാണ്, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കിയിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ വിധി. നാം വിചാരിച്ചിരിക്കുന്ന പോലെ നമുക്ക് വരുന്ന കഷ്ടപ്പാടുകളല്ല വിധി. ദൈവം നമ്മെക്കുറിച്ച് അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ വിധിച്ചിരിക്കുന്നതാണ് വിധി. ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാട് ഇത് എൻ്റെ വിധിയാണ് എന്ന് പറയരുത്. നിങ്ങളെക്കുറിച്ച് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നമുക്ക് നല്ല വിധികളുണ്ട്.
ദൈവം നമ്മെക്കുറിച്ച് അത് ഉദ്ദേശിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, തിരുവെഴുത്ത് പറയുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു, എന്നെക്കുറിച്ച് തിരുവെഴുത്തിൽ വിധിച്ചിരിക്കുന്നു. അതെല്ലാം നല്ല വിധികളാണ്. യേശുവിൻ്റെ ക്രൂശീകരണം അത് ദൈവം വിധിച്ചു വെച്ചിരുന്നതാണ്. ക്രൂശീകരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ്, എല്ലാ നാമത്തിലും മേലായ നാമമുള്ളവനായി തീരുന്നു. എല്ലാ മുഴങ്കാൽ അവൻ്റെ മുൻപിൽ മടങ്ങുന്നു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാൽ മടങ്ങിയിട്ട് എല്ലാ നാവ് യേശു കർത്താവെന്ന് ഏറ്റുപറയുന്നു. അതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്. എന്താണ്? ദൈവം തൻ്റെ ഏകജാതനായ പുത്രന് വെച്ചിരുന്ന വിധി അതാണ്. അവനെ കൈക്കൊള്ളുന്നവർക്കോ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം വെച്ചിരിക്കുന്ന വിധി എന്താണ്? ദൈവമക്കളാകുക. അപ്പം നമ്മെക്കുറിച്ച് ദൈവം വിധിച്ചിരിക്കുന്നത് തിന്മകളല്ല, നമ്മെക്കുറിച്ച് ദൈവം വെച്ചിരിക്കുന്ന നന്മകളാണ്. ഇനി മേലാൽ പറയരുത് ഇത് എൻ്റെ വിധിയാണ്. എന്ത്? കഷ്ടകാലങ്ങൾ അല്ല. ആദാം പറയാണ് ഇതെല്ലാം എൻ്റെ വിധിയാണ്. ഹൗവ ഇരുന്ന് പറയാണ് വേദനയോടെ മക്കളെ പ്രസവിക്കുന്നത് എൻ്റെ വിധിയാണ്. അല്ല, അത് നീ വലിച്ചു കയറ്റി വെച്ച് വന്നാണ്. ആദാം പറയാണ് ഞാനിപ്പോൾ മരിക്കാൻ പോയാണ്, ഇതൊക്കെ എൻ്റെ വിധിയാണ്. അല്ല കുഞ്ഞേ, അല്ല ആദാം അപ്പച്ച, വല്യപ്പ, നിങ്ങളത് ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. ദൈവം വെച്ചിരുന്ന വിധി എന്താണ്? ആദാമിന് ഹൗവയ്ക്ക് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി നിറഞ്ഞ് ഭൂമിയിൽ അടക്കി അതിനെ വാഴണം, ഭൂമി മുഴുവനും നിറയണം. ദൈവം വെച്ചിരുന്ന വിധി അതാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, അതിനെ മനുഷ്യഭാഷയിൽ പറഞ്ഞാൽ വിധി. നീ വർദ്ധിച്ച് പെരുകണം, ഭൂമിയിൽ നിറയണം. എന്നാൽ ഭൂമിയിൽ നിറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അനുഗ്രഹത്തിലേക്ക് നിറഞ്ഞില്ല. ശാപം കൊണ്ട് നിറഞ്ഞു, രോഗം കൊണ്ട് നിറഞ്ഞു, മാനവജാതി മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. കാരണം ദൈവം വിധിച്ച വിധിയിൽ ഇവരെത്താഞ്ഞതിൻ്റെ കാരണം ഇവർ ചെയ്ത തെറ്റുകളാണ്. ദൈവത്തിൻ്റെ വഴിവിട്ട് മാറിയാൽ നമ്മുടെ ലക്ഷ്യത്തിൽ, ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചതിൽ നമുക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇവിടെ നമ്മൾ യാക്കോബ് എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ ജനനം, റിബേക്കയുടെ വയറ്റിൽ യാക്കോബും ഏശാവും കിടക്കുമ്പോൾ ഇരട്ടക്കുട്ടികളാണ്. ബൈബിളിലാണ് ആദ്യമായിട്ട് അങ്ങനെ ആദ്യത്തെ ഇരട്ടക്കുട്ടികളെ കാണിക്കുന്നത്. ആ ഇരട്ടക്കുട്ടികൾ തമ്മിൽ വയറ്റിൽ തിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതായത് 25-22 മുതൽ വായിക്കുമ്പോൾ, അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ എങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു? വയറ്റിൽ കിടന്ന് വഴക്ക. പുറലോകം കണ്ടിട്ടില്ല, 10 മാസം പോലും പ്രായമായിട്ടില്ല, ഉള്ളിൽ കിടന്നുകൊണ്ട് ചവിട്ടും തൊഴിയാണ്. അപ്പോൾ യാക്കോബിനെ കുറിച്ച് ശിശുക്കൾ ജനിക്കുന്നതിന് മുമ്പ്, ഗുണമാകട്ടെ ദോഷമാകട്ടെ ചിന്തിക്കുകയും പറയുന്നതിന് മുമ്പും ദൈവത്തിൻ്റെ ഹിതം ദൈവം അവിടെ വെച്ചത് നമ്മൾ വായിക്കുന്നു. അതായത് റിബേക്ക ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോയി. 22 തന്നെയുണ്ട്. യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് പിരിയും. അപ്പോൾ 2 ജാതികൾ, രാജ്യങ്ങൾ, 2 വംശങ്ങൾ നിന്റെ വയറ്റിൽ നിന്ന് പിരിയും. അടുത്തത്, ഒരു വംശം മറ്റേതിലും ശക്തിപ്പെടും, ഒരു വംശം വലുതാകും. എന്നിട്ട് അടുത്തത് താഴെ പറയുന്നു, മൂത്തവൻ ഇളയവനെ സേവിക്കും. അപ്പോൾ ദൈവം
വിധിച്ചിരിക്കുന്ന കാര്യങ്ങളാണിത്. അതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. അങ്ങനൊരു വിധി ഒരു വ്യക്തിയെക്കുറിച്ചുണ്ടെങ്കിൽ അവൻ എങ്ങനെയായാലും അവിടെ എത്തിയിരിക്കും. ഇതാ വയറ്റിൽ കടന്ന് ഒരു ബലപ്രയോഗം നടത്തുകയാണ്. കാരണം ഏശാവ് മൂത്തവൻ പുറത്തു വരും. എന്നാൽ എനിക്ക് തോന്നുന്നു മൂത്തവൻ പുറത്തു വരാതിരിക്കാൻ ഉള്ള ഒരു മത്സരമാണോ എന്താണോ അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. എന്നാൽ പുറത്തു വന്നത് എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 24 അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. ഒന്നാമൻ ചുമന്നവനായി പുറത്തു വന്നു. ചുവന്നവൻ മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവൻ ഏശാവെന്ന് പേരിട്ടു. അടുത്തവനോ? പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികാല് പിടിച്ചിരുന്നു. ഒന്ന് വയറ്റിൽ കിടന്ന് ചവിട്ടും തൊഴിയായിരുന്നു. രണ്ടാമത് പുറത്തു വന്നത് എങ്ങനെയാണ്? ഒരുത്തൻ പോയപ്പോൾ നിക്കട അവിടെ, അങ്ങനെ അധികം മുന്നോട്ട് പോകണ്ട, ഞാൻ പുറകെ ഉണ്ടെന്നും പറഞ്ഞ് കുതികാലെ പിടിച്ചിട്ട് യാക്കോബ് വരുന്നതാണ്. അതായത് ഇളയവനെ മൂത്തവൻ സേവിക്കും. എന്നാൽ യഹൂദന്മാരുടെ സംവിധാനം വെച്ച് നോക്കിയാൽ മൂത്തവൻ രാജാവാകണം, മൂത്തവൻ ശ്രേഷ്ഠനാകണം, മൂത്തവൻ ഇരട്ടി പങ്കുള്ളവനാകണം, മൂത്തവൻ അവകാശിയാകണം. ഇങ്ങനെ ഒരു സംവിധാനം കിടക്കുന്ന ഒരു സമൂഹത്തിൽ യാക്കോബ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ വിധി രണ്ടാമനായി ഇളയവനായി ഒതുങ്ങിപ്പോകാനാണ്, ഇതെൻ്റെ വിധി ഇതാണ് എന്ന് യാക്കോബ് പറയുന്നില്ല. അവൻ വരുന്നത് തന്നെ ചേട്ടൻ്റെ കുതികാലെ പിടിച്ചിട്ടാണ്. വയറ്റിലൊരു യുദ്ധം കഴിഞ്ഞു, ഇപ്പോൾ ചേട്ടനോട് അവിടെ നിൽക്ക്, അങ്ങനെ മുന്നോട്ട് പോകല്ലേ, എന്നെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്ന സത്യങ്ങൾ. പിന്നീട് നമ്മൾ യാക്കോബിനെ കാണുന്നത്, ഈ ഏശാവ് സമർത്ഥനായിരുന്നു, വേട്ടയിൽ സമർത്ഥനായിരുന്നു. അവനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് 27-ാം വാക്യത്തിൽ. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. ഏശാവിൻ്റെ വേട്ടിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് അപ്പൻ അവനെ സ്നേഹിച്ചു. അപ്പൊ അപ്പനെ ഏറ്റവും ഇഷ്ടം ആരെയാ? ചേട്ടനെയാണ്. അവൻ സമർത്ഥനാണ്, വനസഞ്ചാരിയാണ്, വേഗതയുള്ളവനാണ്, ആരോഗ്യമുള്ളവനാണ്, കഴിവുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്. അവനതിലെങ്കിലും പോയാൽ 10 പേര് നോക്കും. എന്നാൽ യാക്കോബിന് പറയത്തക്ക യാതൊന്നുമില്ല. എന്നാൽ അവനെക്കുറിച്ച് ദൈവം വിധിച്ചിരിക്കുന്ന ഒരു വിധി, അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വിജയം. അവൻ്റെ അമ്മ അവനെ സ്നേഹിച്ചു എന്ന്. അതിൻ്റെ അർത്ഥം അമ്മ അവനോട് പറഞ്ഞു കൊടുത്തു, മോനെ നീ വലിയവനാകുമെന്ന് ദൈവം എന്നോട് പറഞ്ഞതാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പ്ലാനുണ്ട്. ഇത് ഇവൻ്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചു. അവൻ പായസമുണ്ടാക്കി. ചേട്ടൻ ഒരിക്കൽ കാട്ടിൽ പോയി അധ്വാനിച്ചു വരുമ്പോൾ ഈ പായസത്തിൻ്റെ മണം അവൻ്റെ മൂക്കിലടിച്ചു. ഈ പായസം ചോദിച്ച് ചേട്ടൻ വരുന്നതും, അല്ലെങ്കിൽ ഞാൻ വിശപ്പുകൊണ്ട് മരിച്ചു പോകും എന്ന് പറയുന്നതും, യാക്കോബ് പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരണം. അപ്പോൾ ആ വാക്ക് കേട്ട് ഏശാവ് പറയുന്നുണ്ട്, ഈ ജ്യേഷ്ഠാവകാശം എനിക്കെന്തിനാ വെറുതെ, ഞാൻ വിശപ്പുകൊണ്ട് മരിച്ചു പോകല്ലേ, എനിക്ക് വേണ്ടത് ഭക്ഷണമാണ്. അങ്ങനെ ഒരു ഊണിനെ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കിക്കളഞ്ഞ ഏശാവ് എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കും. വിലപിടിപ്പുള്ളതിനെ വിലയില്ലാതെ കാണുന്നവനാണ് ഏശാവ്. എന്നാൽ വിലപിടിപ്പുള്ളതിനെ അതിൻ്റെ വിലയിൽ കാണുവാൻ യാക്കോബിന് കഴിഞ്ഞു.
യാക്കോബ് സമർത്ഥനല്ല, വനസഞ്ചാരിയല്ല, ചേട്ടനെ പോലെ മിടുക്കനല്ല, ജനനത്തിൽ തന്നെ ഇരട്ടി പങ്കുള്ളവനല്ല. എന്നാൽ അവന് മൂല്യങ്ങൾ അറിയാൻ കഴിവുണ്ട്. ഏതാണ് വിലയേറിയത്? ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ വിഷയം മൂല്യങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവില്ല. അതുകൊണ്ടല്ലേ ചിലർ ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നത്. ഒരു എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ ചെന്നില്ലെങ്കിൽ വിവരം അറിയും, വിമാനം ആ സമയത്ത് പോകും. എന്നാൽ സഭായോഗത്തിന് പകുതിക്ക് വന്നാലും സഭായോഗം അവിടെ തന്നെയുണ്ട്, ചോദിക്കാനും പറയാനും ആരുമില്ല. നമുക്ക് മൂല്യം അറിയില്ല. എയർപോർട്ടിൽ പോകുന്നതിനേക്കാൾ, ജോലിക്ക് പോകുന്നതിനേക്കാൾ, ഒരു വിവാഹത്തിന് പോകുന്നതിനേക്കാൾ എത്രയോ മൂല്യമുള്ളതാണ് ഒരു സഭായോഗം, ഒരു കൂട്ടായ്മ. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളത് ദൈവത്തോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനോടുമാണ്. അപ്പോൾ ഒരു സഭായോഗം എന്ന് പറഞ്ഞാൽ ദൈവത്തോടും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയെ അലക്ഷ്യമാക്കി കളയുക. യേശാവ് ഒരു ഊണിന് തൻ്റെ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. ചിലർ പറയും ഇന്നൊരു കല്യാണമുണ്ട്, ഒരു ഊണിന് കൂട്ടായ്മ അലക്ഷ്യമാക്കുന്നവരുണ്ട്. കൂട്ടായ്മയ്ക്ക് വന്നില്ലെങ്കിലും പ്രത്യേകിച്ച് ആരെയും ഒന്നും വഴക്ക് പറയാൻ പറ്റില്ല. വളരെ സ്ട്രിക്റ്റായിട്ട് ഇനി കൂട്ടായ്മ മുടക്കരുതെന്ന് പറഞ്ഞാൽ ഉടനെ പിണങ്ങി അടുത്ത ചർച്ചയിൽ പോകുന്ന ആൾക്കാരാണ് എല്ലാവരും. ഈ സമൂഹം അങ്ങനെയാണ്, ഈ കാലം അങ്ങനെയാണ്. എന്നാൽ ഒരു കൂട്ടായ്മ മനുഷ്യരോടല്ല, ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുവിനോടും പരിശുദ്ധാത്മാവിനോടും. ദൈവത്തിൻ്റെ കൂട്ടായ്മകളെ ഉപേക്ഷയായി വിചാരിക്കുന്നത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെയാണ്. അതുകൊണ്ട് വളരെയധികം നമ്മുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഒന്നിലും നമ്മൾ പോയി പെടരുത്. യാക്കോബ് അതിൻ്റെ മൂല്യം മനസ്സിലാക്കി. മൂല്യം അംഗീകരിക്കാത്ത പലരുമുണ്ട്. പലർക്കും വിലയേറിയ ദൈവം തന്നിട്ടുണ്ട്, എന്നാൽ അവർക്ക് അതിൻ്റെ വില അറിയില്ല. പ്രാർത്ഥന ജീവിതത്തിൻ്റെ വില പലർക്കും അറിയില്ല, വിശ്വാസ ജീവിതത്തിൻ്റെ വില പലർക്കും അറിയില്ല, വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ വില ആർക്കും അറിയില്ല. അവസരം കിട്ടിയാൽ ശേഷ മനുഷ്യരെക്കാൾ മോശമായി ജീവിക്കാൻ ചാടി പുറപ്പെടുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ ആ പദവി, രാജകീയ പുരോഹിത വർഗം, ഇരട്ടിപ്പങ്കിൻ്റെ വില, മാന്യത, കർത്താവ് നമുക്ക് തന്ന ഒന്നാം സ്ഥാനത്തിൻ്റെ വില. ദൈവം നമുക്ക് ഒന്നാം സ്ഥാനം തന്നില്ലേ? നമ്മുടെ സമൂഹത്തിൽ ആയുധങ്ങൾ രക്ഷിക്കപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടില്ലേ? നമ്മുടെ മൂല്യം നമ്മൾ അറിയണം. നമുക്ക് വലിയ വിലയുണ്ട്. യാക്കോബിന് വിലയേറിയത് എന്താണെന്ന് അറിയാം. അത് അവൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, നിനക്ക് വിലയില്ലാതെ നീ കാണുന്നില്ലേ, അത് എനിക്ക് തന്നേക്ക്. അങ്ങനെ ജ്യേഷ്ഠാവകാശം അവൻ അലക്ഷ്യമാക്കി അവൻ്റെ അവകാശത്തെ ഇവൻ സ്വന്തമാക്കി. അനിയന് ജ്യേഷ്ഠാവകാശം എന്ന അവകാശം കിട്ടി. അടുത്തത് നമുക്കറിയാം, അപ്പൻ അവനെ അനുഗ്രഹിക്കാനായിട്ട് കാട്ടിലേക്ക് ഇറച്ചി തേടി വിട്ടു. ഇറച്ചി കൊണ്ടുവന്ന് ഉണ്ടാക്കി തിന്നിട്ട് അപ്പൻ ചേട്ടനെ അനുഗ്രഹിക്കാൻ പോയിട്ട് ഇത് അമ്മ അറിഞ്ഞു. ഇളയവനോട് പറഞ്ഞു, നീ ചേട്ടൻ്റെ വേഷത്തിൽ ചെല്ല്. അവനതിന് തയ്യാറായി. എന്താണ്? അതിൻ്റെ വിലയറിയാം. ഞാൻ ഉയരാനുള്ളതാണ്. വിലയറിഞ്ഞാൽ നാം അത് എങ്ങനെയും സ്വന്തമാക്കും. യാക്കോബ് എങ്ങനെയും സ്വന്തമാക്കുന്നവനാണ്. ഇന്നിത് കേൾക്കുന്ന പലരോടും പറയട്ടെ, നിങ്ങൾ എങ്ങനെ, എന്തു വില മുടക്കി ദൈവാനുഗ്രഹങ്ങളെ സ്വന്തമാക്കണം. അതിനെന്തു വിലയും മുടക്കണം. അങ്ങനെ അപ്പൻ്റെ അനുഗ്രഹം യാക്കോബിൻ്റെ ശിരസിൽ വന്നു. അതുകൊണ്ട് തീർന്നില്ല. ഏറ്റവും ഒടുവിൽ അവനെ ദൈവം ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചിട്ട് ഒരു വടിയോടുകൂടി യോർദാൻ കടന്നു പോയവൻ ഇരട്ടി വലിയ സമ്പത്തായി മടങ്ങി ലാബാന്റെ വീട്ടിൽ നിന്ന് വരുന്നവൻ
അതുകൊണ്ട് അവന് തൃപ്തിയായില്ല. അവൻ യാബോക്ക് കടന്ന് ഉഷസ്സുദിക്കും വരെ ദൈവത്തോട് മല്ലുപിടിച്ചു. അങ്ങനെ ദൈവത്തോട് മനുഷ്യനോട് മല്ലുപിടിച്ചത് കൊണ്ട് അവൻ്റെ പേര് ദൈവം മാറ്റി ഇസ്രായേൽ എന്നാക്കി. അവനെ ദൈവം അനുഗ്രഹിച്ചതാണ് നാം കാണുന്നത്. അവൻ വലിയവനായി, അവൻ ഉന്നതനായി, അവൻ വലിയ രാജ്യമായി, ഏദോം ചെറിയ രാജ്യമായി. ഇതെല്ലാം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. അതായത് മൂല്യമറിയുക, നമ്മുടെ വിളിയെ അറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ വിധി എന്താണെന്ന് അറിഞ്ഞ് അതിൻ്റെ മൂല്യം മനസ്സിലാക്കി നാം പ്രവർത്തിക്കുമെങ്കിൽ ഒടുവിൽ അത് നമ്മുടെ കയ്യിലെത്തിയിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് യാക്കോബിൻ്റെ ചരിത്രം. അതുകൊണ്ട് എൻ്റെ വിധിയാണ്, ഞാനിങ്ങനെയൊക്കെ ജീവിക്കാനുള്ളതാണ്, മറ്റുള്ളവരെന്നെ കളിപ്പിക്കും, അവരെന്നെ ചതിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വിളിയറിഞ്ഞ്, നമ്മുടെ തിരഞ്ഞെടുപ്പറിഞ്ഞ് അതിന് മൂല്യം കൊടുത്തുകൊണ്ട് നാം അധ്വാനിക്കുമെങ്കിൽ വലിയ കാര്യങ്ങൾ നടക്കും. നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ വചനത്തിൻ്റെ വില മനസ്സിലാക്കി, ഈ കൂട്ടായ്മയുടെ വില മനസ്സിലാക്കി ബലപ്പെട്ട് ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിക്കുന്നു. എല്ലാവരും മുൻപിൽ വരട്ടെ, വിധിയെ തിരിച്ചറിയട്ടെ, ദൈവത്തിൻ്റെ വിളിയെ തിരിച്ചറിയട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യങ്ങൾ ഇവർക്കുണ്ടാകും. സമാധാനം കൊണ്ട് എല്ലാവരും നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സമാധാനം ഇവരെ തൊടട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്ക് വിശ്വസിക്കാം, ഈ ആഴ്ച ഒരു പ്രത്യേക ആഴ്ചയാണ്. ഈസ്റ്ററിൻ്റെ ആ നോമ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചകളാണ് ഈ ആഴ്ച. എല്ലാവരും യേശുവിൻ്റെ പീഡാനുഭവങ്ങളെയൊക്കെ ധ്യാനിക്കുന്ന ഈ ആഴ്ചയിൽ കൂടുതൽ വേദപുസ്തകം വായിക്കാനും കൂടുതൽ കർത്താവിനോട് അടുക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.